ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ മുബാറക്. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ സ്പെഷ്യലായിട്ട് എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഒരു കോമൺ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്നാലിത് കുറേ ആൾക്കാർക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് കൂടുതൽ പച്ചയോ അതേപോലെ കൂടുതൽ പഴുത്ത പഴമോ എടുക്കാൻ പാടില്ല. അകത്ത് നല്ല പൊടിയുള്ള പഴമായിരിക്കണം എടുക്കേണ്ടത്. അത് ഷോപ്പിൽ പറഞ്ഞാൽ അവരെടുത്തരും. ഉന്നക്കായ്ക്കുള്ള പഴം എന്ന് പറഞ്ഞാൽ അവർ തരും. ഇനി നമുക്ക് നേന്ത്രപ്പഴം വേവിച്ചെടുക്കാം. അതിനു വേണ്ടി അപ്പക്കലത്തിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തട്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് 20 മിനിറ്റ് മീഡിയം തീയിൽ നല്ല പോലെ വേവിച്ചെടുത്തു. ദാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ചൂടോട് കൂടി തന്നെ പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഞാനൊരു മാഷർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ചപ്പാത്തി കോലുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ഒരു കിണ്ണോ ഗ്ലാസ്സോ എന്ത് വെച്ചിട്ടാണെങ്കിലും ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. കട്ടകൾ ഉണ്ടായാൽ ഉന്നക്കായി അടുപ്പിൽ എണ്ണയിൽ ഇടുമല്ലോ, ആ സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തു. നെയ്യും കാഷ്യൂനട്ടും കിസ്മിസെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഉപയോഗിക്കുക. കൂടുതൽ ചേർത്ത പോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് രണ്ടും കൂടി കരിഞ്ഞു പോകാതെ രീതിയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. കൂടുതൽ ഉണങ്ങിയ തേങ്ങ വേണ്ട, അങ്ങനെയാകുമ്പോൾ ഉന്നക്കായി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് മീഡിയം തീയിൽ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ മൊരിഞ്ഞ് കിട്ടേണ്ടൊന്നും ആവശ്യമില്ല. എന്നാൽ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് നല്ലൊരു മൂത്ത മണം വരണം, ആ വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ നേന്ത്രപ്പഴത്തിന് 1 മുറി തേങ്ങ ധാരാളമാണ്. ചെറിയ മുറിയാണെങ്കിൽ 1.5 മുറി വേണ്ടി വരും. ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള 1 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര മെൽറ്റാവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം മീഡിയം തീയിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് 1 മിനിറ്റ് വഴറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇവിടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. പഴം നല്ലപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്പം കയ്യിൽ ഓയിൽ തടവി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എവിടെയെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് കയ്യിൽ എണ്ണ തേച്ച് ഒരു ഉരുള മാവെടുത്ത് നല്ലപോലെ പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ, ഈ രീതിയിൽ ഷേപ്പാക്കി എടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലപോലെ കയ്യിൽ എണ്ണ തേച്ചാൽ പെട്ടെന്ന് ഷേപ്പായി കിട്ടും. ദാ കയ്യിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. ഒരു ഉരുള മാവെടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് 2 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഫില്ലിങ് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. ദാ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് കൈ ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നല്ല പോലെ പ്രസ്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഷേപ്പായി കിട്ടും, പൊട്ടിപ്പോകാണ്ടും ഇരിക്കും. മെയിനായിട്ട് എണ്ണയിലിടുന്ന സമയത്ത് ഉന്നക്കായി പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴം ഉടച്ചെടുക്കുന്ന സമയത്ത് അതിൽ കട്ടകൾ ഉണ്ടാവും. അത് നല്ല പോലെ മാഷ് ചെയ്തെടുത്താൽ ഓയിലിടുന്ന സമയത്ത് ഒരു കാരണവശാലും പൊട്ടിപ്പോകില്ല. എന്നിട്ട് ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കണം. നല്ല പോലെ ഹാർഡായിട്ട് പ്രസ് ചെയ്യണ്ട, അങ്ങനെയാകുമ്പോൾ ഷേപ്പായിട്ട് കിട്ടില്ല. എന്നിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് തീ കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അതേപോലെ തന്നെ തീ കുറഞ്ഞു പോയാൽ ഉന്നക്കായ് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും ഒരേ ലെവലിലായിരിക്കണം.
ഇനി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കണം, സാവധാനത്തിൽ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോന്നും ചെയ്യില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ ഓയിൽ നിന്നും വാങ്ങാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മലബാർക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ഉന്നക്കായി. പല പല വെറൈറ്റി റെസിപ്പീസ് വന്നാലും ഈ ഉന്നക്കായി എപ്പോഴും എവർഗ്രീൻ റെസിപ്പി തന്നെയാണ്. ഇനി പുതിയാപ്പിള വരുമ്പോഴും കല്യാണത്തിനാണേലും വിരുന്ന് സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉന്നക്കായി മസ്റ്റാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉന്നക്കായി കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% പെർഫെക്റ്റ് ആകും. ഇനി നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കമൻ്റ് അറിയിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.